എയിംസ് പ്രവേശന പരീക്ഷയിൽ ശിരോവസ്ത്രത്തിന് വിലക്കേർപ്പെടുത്തിയത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും എയിംസ് അതോറിറ്റിയും വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി. അടിയന്തര പ്രാധാന്യം കണക്കാക്കി ഒരാഴ്ചയ്ക്കകം വിശദീകരണം നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം. നീറ്റ് പരീക്ഷയിൽ വസ്ത്രമഴിച്ച് പരിശോധന നടത്തിയത് നിർഭാഗ്യകരമാണെന്നും കോടതി നിരീക്ഷിച്ചു. ഈ മാസം 28-ന് നടക്കുന്ന എയിംസ് പ്രവേശന പരീക്ഷയ്ക്കാണ് ശിരോവസ്ത്രത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് എയിംസിനോട് വിശദീകരണം നൽകാൻ കോടതി ഉത്തരവിട്ടത്. ഹർജി പരിഗണിക്കവേ ഇത്തവണത്തെ നീറ്റ് പരീക്ഷയിൽ വസ്ത്രമഴിച്ച് പരിശോധന നടത്തിയതിനെ കോടതി വിമർശിച്ചു. ഈ നടപടി ദൗർഭാഗ്യകരമായി പോയെന്നും എയിംസ് പരീക്ഷയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും കോടതി കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകയ്ക്ക് നിർദ്ദേശം നൽകി. നീറ്റ് പരീക്ഷയിൽ ഡ്രസ് കോഡ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾക്ക് അപാകതയില്ലെന്നും അത് നടപ്പാക്കിയ രീതിയിലാണ് പിഴവ് സംഭവിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ശിരോവസ്ത്രം വിലക്കിയതിനെതിരെ MSF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും ചില വിദ്യാർത്ഥിനികളുമാണ് കോടതിയെ സമീപിച്ചത്. ഹർജിക്കാരുടെ വാദം ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന മൗലികാവകാശങ്ങളിൽ ആർട്ടിക്കിൾ 25 ക്ലോസ് 1 ഉൾപ്പെടുന്ന ഏതൊരു പൗരനും മതാചാരങ്ങൾ അനുഷ്ഠിക്കാനും അത് പിന്തുടരാനുമുള്ള അവകാശം ഹനിക്കുന്നതാണ് എയിംസിൻ്റെ ഈ ഹാൾ ടിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. കേന്ദ്ര സർക്കാരിനും എയിംസിനും നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ട കോടതി ഹർജി ഈ മാസം 25-ന് പരിഗണിക്കാൻ മാറ്റി. മീഡിയ 1 കൊച്ചി.